ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ എക്സാമിനേഷൻ വളരെ അടുത്തായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ 6 മന്ത് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യേണ്ട മന്ത് അത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് ഏകദേശം നമ്മുടെ കാൽക്കുലേഷനിലുണ്ടായിരുന്നത് ഏപ്രിൽ ബാച്ചിൽ ഓഗസ്റ്റ് ടു ജാനുവരി ആയിരുന്നത്. ഇപ്പോൾ ഫെബ്രുവരിയാണ്. ഈ ഒരു മന്ത് റിവിഷൻ ഏതെങ്കിലും ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാതെ ഉള്ളതുണ്ടെങ്കിൽ അതുപോലെ അത് കംപ്ലീറ്റ് ചെയ്യാനും, അതുപോലെ കംപ്ലീറ്റ് ചെയ്തൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യാനും ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്ലാസ് റൂമിൽ അവൈലബിൾ ആണല്ലോ, അത് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂ ചെയ്യാനുമുള്ള മന്തായിട്ടാണ് ഈ ഒരു മന്ത് ഉള്ളത്. നെക്സ്റ്റ് മന്തിൽ മാർച്ചിൽ നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, എല്ലാ ക്ലാസ്സിലും നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ. ഇംഗ്ലീഷിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ബേസിക് ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്യുക. കാരണം ബേസിക് ഇംഗ്ലീഷിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസുകളൊക്കെ വരുന്നതും വളരെ സിമ്പിളായ രീതിയിൽ പാസ് ഔട്ട് ചെയ്യാൻ വേണ്ട മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ഉള്ളതും. അപ്പോൾ ബേസിക് ഇംഗ്ലീഷുകൾ കംപ്ലീറ്റ് ചെയ്യുക. അതിൽ കാണുന്ന വീഡിയോസുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ റിവ്യൂ ചെയ്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് മന്തിൽ നടക്കുന്ന ഓൺലൈൻ എക്സാം നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. അതിൻ്റെ ആൻസേഴ്സുകളൊക്കെ നിങ്ങൾ അയച്ചു തരിക. അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. അസൈൻമെൻറ്റ്സുകളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് എക്സാം ഫീ ഒക്കെ അടച്ചപ്പോൾ എക്സാമിന് സജ്ജരായി നിൽക്കുന്ന ഈ ഒരു ടൈമാണ്. അപ്പോൾ ചാപ്റ്റേഴ്സുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇംഗ്ലീഷിൽ നിങ്ങൾ മെയിൻ ഇംഗ്ലീഷിനെക്കാട്ടിലും കൂടുതൽ ബേസിക് ഇംഗ്ലീഷാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതുപോലെ സെക്കൻഡ് ലാംഗ്വേജിൽ വർക്ക് ബുക്കിലുള്ള അറബിയൊക്കെ വർക്ക് ബുക്കിലുള്ള വർക്ക് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സുകൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓരോ ക്ലാസ്സുകളിലുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനിയും ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ക്ലാസ് റൂമിൽ അത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്ത ആളുകൾക്ക് അവരുടെ പ്രാക്ടിക്കൽ എക്സാം ഈ മാർച്ച് മന്തിൽ പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. അതിന് മുമ്പായിട്ട് PCP ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അവിടെ റെക്കോർഡ് ബുക്ക് തയ്യാറാക്കി കൊണ്ടുപോകേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഡൗട്ട്സോ മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മന്ത് റിവിഷനും ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂ ചെയ്യാനുള്ള മന്താണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാം. ഏറ്റവും നല്ല രീതി എന്ന് കൂടുതൽ സമയമുള്ള ആളുകൾക്കുള്ള നല്ല രീതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന രീതി ക്ലാസ്സുകൾ കേൾക്കുക, വീഡിയോ ഓഡിയോ ക്ലാസ്സുകൾ കേൾക്കുക, നോട്ട്സ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് സമയമില്ലാത്ത ആളുകളാണെങ്കിൽ ഗൈഡ് ബുക്സിൽ നോക്കിയിട്ട്, അതുപോലെ ആപ്പിലെ നോട്ട്സ് നോക്കിയിട്ട്, രണ്ടും സെയിം ആണ്, അത് നോക്കിയിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണോ, അതിൻ്റെ ആൻസേഴ്സുകൾ ഏതൊക്കെയാണോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ നമ്മൾ ഓരോ മൊഡ്യൂൾസിനുള്ള മാർക്സ് പറഞ്ഞല്ലോ, അതിലൊരു 50 മാർക്കിനുള്ള മിനിമം നിങ്ങൾ പഠിച്ചിരിക്കണം. എന്നാലേ ഒരു 30 മാർക്കൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ 50 മാർക്കിനുള്ള ചാപ്റ്റേഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഓരോ മൊഡ്യൂളിന് ഇത്ര മാർക്ക് എന്നുള്ളതുണ്ടല്ലോ, അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നത് കൂടുതൽ മാർക്കുകൾ വന്ന കുറഞ്ഞ ചാപ്റ്റേഴ്സുള്ള മൊഡ്യൂളാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കുറഞ്ഞ ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ കൂടുതൽ മാർക്കുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 50-60 മാർക്കിനുള്ള ചാപ്റ്റേഴ്സുകളൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ കംപ്ലീറ്റ് ചെയ്ത ആളുകൾ റിവിഷൻ ചെയ്യുക. അതുപോലെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ കാണുന്ന ക്ലാസ് റൂമിൽ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നിങ്ങൾക്ക് നോക്കാം. അതുപോലെ മെയിൻ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൽ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്. അവിടെ ഒരു ലിങ്ക്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. ഓൺലൈൻ ക്ലാസ് കുറച്ച് ദിവസം മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നിടത്ത് എന്തോ ഒരു ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ മീറ്റിൽ എന്തോ ഒരു റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് സ്ക്രീൻ റെക്കോർഡ് ആകുമ്പോൾ എന്തോ ഒരു സൗണ്ടിൻ്റെ എന്തോ പ്രോബ്ലം. അപ്പോൾ അത് പരിഹരിച്ചാണ് പിന്നീട് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ 7th മന്തിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. അത് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂ, അതുപോലെ റിവിഷനുള്ളതാണ്. പെട്ടെന്ന് തന്നെ ചാപ്റ്റേഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കേരള സിലബസിൽ നിന്ന് 50% സിമ്പിളായ സിലബസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 60 to 90%
മാർക്ക് ഇതിൽ വാങ്ങി പാസ് ഔട്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായ രീതിയിൽ തന്നെ, അത്രക്കും കേരളത്തിൻ്റെ സിലബസിനെ അപേക്ഷിച്ച് 50% സിമ്പിളായെന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായ രീതിയിൽ തന്നെയാണ് ഇതിലുള്ളത്. എന്നാലും ഇത് പഠിച്ചാൽ തന്നെയാണ് പാസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യുക. സ്ക്രീൻഷോട്ട് അയച്ച് പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക് യു.